കുറിച്ച് സംസാരിക്കേണ്ട കാര്യമില്ല ഈ കാലഘട്ടത്തിൽ എന്ന് അവർ പറയുന്നത്. സംസാരിച്ചാൽ തന്നെ ഒത്തിരി സംസാരിക്കത്തില്ല. ഭൂരിപക്ഷം വരുന്ന ആളുകളും മതം മറ്റുള്ളവരുടെ സ്വകാര്യതയാണ്. അവർ വേണമെങ്കിൽ വിശ്വസിച്ചോട്ടെ, വേണമെങ്കിൽ വിശ്വസിക്കണ്ട, അടിച്ചേൽപ്പിക്കണ്ട. മതപുസ്തകങ്ങളിലെ കഥയെ കുറിച്ചിട്ടൊന്നും ചിന്തിക്കാൻ അവർക്ക് സമയമില്ല. അവർക്ക് ജീവിതത്തിൽ വേറെ ഒരുപാട് ലക്ഷ്യങ്ങളുണ്ട്. അതുകൊണ്ട് അതിനെക്കുറിച്ച് കേൾക്കാനോ പറയാനോ അതിനു വേണ്ടി പോയി ഒരു സദസ്സിൽ മണിക്കൂറുകളോളം ഇരിക്കാനൊന്നും അവർക്ക് താല്പര്യമില്ല. ആ സമയമുണ്ടെങ്കിൽ അവർ പാർക്കിലോ മറ്റോ പോയിട്ട് എൻജോയ് ചെയ്യും അവരുടെ ലൈഫ്. അങ്ങനെ ഉള്ള ഒരു രാജ്യം മതത്തിന് അധിഷ്ഠിതമായ ഒരു ജീവിതം നയിക്കുകയും മതത്തിനു വേണ്ടി തമ്മിൽ തല്ലാനും കൊല്ലാനും തയ്യാറെടുക്കുന്ന ഒരു അവസ്ഥയിലേക്ക് മാറുകയും ചെയ്യുന്നത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ് എന്നൊന്ന് ചിന്തിച്ചു നോക്കുക. ഇവർക്ക് അഭയം നൽകി എന്നുള്ള ഒരൊറ്റ കാരണത്താൽ എല്ലാ രാജ്യങ്ങളും ഇന്ന് അനുഭവിക്കുക. യൂറോപ്യൻ രാജ്യങ്ങൾ ഇന്ന് തെരുവിലിറങ്ങുവാണ്. യൂറോപ്പില് ഇസ്ലാം മതവിശ്വാസികൾ വർദ്ധിക്കുന്നു, പിന്നെ ഇസ്ലാം മതവിശ്വാസികൾ കുറയുന്നു. ഈ പോസ്റ്റുകളൊക്കെ നമ്മൾ കാണുന്നു. യൂറോപ്പിൽ സംഭവിക്കുന്നത് സിറിയ, ലിബിയ, യമൻ, പലസ്തീൻ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്ന് ഇസ്ലാമിക രാജ്യങ്ങളാണ്. മുസ്ലിങ്ങൾ ഭരിക്കുന്ന ഇസ്ലാമിക രാജ്യത്ത് അവർക്ക് ജീവിക്കാൻ വയ്യാതെ ഇസ്ലാമിക നിയമങ്ങളും ഖുർആൻ ഭരണഘടനയും ആക്കിയിട്ടുള്ള ജീവിതവുമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പ്രഖ്യാപിച്ച്